കൃഷ്ണ ഗുരുവായൂരപ്പ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഹിന്ദു ദൈവങ്ങളിൽ ഏത് ദൈവത്തിനാണ് ഏറ്റവും കുറുമ്പ് എന്ന് ചോദിച്ചാൽ ഒരു നിമിഷം പോലും സംശയിക്കാതെ നമുക്ക് ഉത്തരം പറയാൻ പറ്റും. നമ്മുടെ സാക്ഷാൽ ഉണ്ണിക്കണ്ണന്, നമ്മുടെ ഗുരുവായൂരപ്പന് ഇത്രയും കുറുമ്പുള്ള രസകരമായ വികൃതിയുള്ള ഒരു കുട്ടിക്കുറുമ്പനെ ഹിന്ദു പുരാണങ്ങളിൽ കാണാൻ സാധിക്കില്ല, സംശയമില്ലാതെ പറയാം. കണ്ണൻ്റെ മായാവിലാസങ്ങൾ, ലീലാവിലാസങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കഥകൾ ഒരുപാടുണ്ട്. പഴയ കാലം മുതൽ നമ്മൾ അത്തരത്തിലുള്ള ഒരുപാട് കഥകൾ കേൾക്കുന്നുമുണ്ട്. പുതിയ കാലത്തും അത്തരം കഥകൾക്ക് പഞ്ഞമില്ല എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ഗുരുവായൂരപ്പൻ്റെ ലീലാവിലാസങ്ങൾ, ഉണ്ണിക്കണ്ണൻ്റെ മായാവിലാസങ്ങൾ, പലതരം അത്ഭുത കഥകൾ, ഇവയൊക്കെ പല കാലങ്ങളായി പറഞ്ഞും കേട്ടും നമ്മൾ ശീലിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഇതെല്ലാം പഴമക്കാർ പറയുന്ന കഥയാണ് എന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാനാവില്ല. അടുത്ത കാലത്ത് വന്ന നന്ദനം കുറച്ചു കാലം മുൻപ് വന്ന നന്ദനം എന്ന സിനിമയിൽ ഗുരുവായൂരപ്പൻ്റെ ഒരു ലീലാവിലാസത്തെ വളരെ മനോഹരമായി രസകരമായി അവതരിപ്പിച്ചിട്ടുണ്ട്. അത് പുതിയ കാലത്ത് നടന്ന ഒരു സംഭവമാണ്. അത്തരത്തിലൊരു സംഭവത്തെക്കുറിച്ചാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. വളരെ വളരെ അടുത്ത കാലത്ത്, ഒരുപാട് ദൂരെയൊന്നുമല്ലാത്ത ഒരു കാലത്ത് നടന്ന സംഭവമാണ്, നടന്ന സംഭവമാണ് ഞാൻ പ്രതിപാദിക്കുന്നത്. കഥ നടക്കുന്നത് ഗുരുവായൂരിൽ വെച്ച് തന്നെയാണ്. ജോസഫ് എന്ന ഒരു വ്യക്തി, പേര് സാങ്കല്പികമാണ്, ആൾ ഗുരുവായൂർ സ്വദേശിയാണ്. ഗുരുവായൂരിൽ ഒരു കട നടത്തുകയാണ് ജോസഫ് എന്നും രാത്രി കട പൂട്ടിക്കഴിഞ്ഞാൽ നേരെ ഗുരുവായൂർ കിഴക്കേ നടയിലെത്തി അവിടെ ഒരല്പനേരം ചിലവഴിക്കും. തൻ്റെ മനസ്സെല്ലാം ശാന്തമാക്കാനും ഗുരുവായൂരിലെ ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ടിരിക്കാനും ജോസഫ് എന്നും കട പൂട്ടിയ ശേഷം കിഴക്കേ നടയിൽ പോകാറുണ്ട്. ഗുരുവായൂർ കാഴ്ചകൾ കണ്ടിരിക്കുക എന്നത് തന്നെ വളരെ മനസ്സിന് സന്തോഷം തരുന്ന ഒരു അനുഭവമാണല്ലോ. സമയം പോകുന്നത് അറിയില്ല, മനസ്സൊക്കെ ഒന്ന് വളരെ കൂളാവും. ജോസഫ് അങ്ങനെ എന്നും രാത്രി പോകാറുണ്ട്. കടയടച്ച ശേഷം എത്ര വൈകിയാലും ഗുരുവായൂർ കിഴക്കേ നടയിൽ ചെന്നിട്ടേ വീട്ടിലേക്ക് പോകാറുള്ളൂ. എന്നും പോകുന്ന നേരത്ത് ഗുരുവായൂർ നടയിലേക്ക് നോക്കി, ശ്രീകോവിൽ പുറത്തു നിന്ന് ശ്രീകോവിലിനകത്തേക്ക് നോക്കി കൃഷ്ണനോട് ബൈ പറഞ്ഞ് യാത്ര പറഞ്ഞ ശേഷമേ ജോസഫ് വീട്ടിലേക്ക് എത്താറുള്ളൂ. അങ്ങനെയിരിക്കെ ജോസഫിൻ്റെ കല്യാണം തീരുമാനിച്ചു. ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ജോസഫ് ലീവ് എടുക്കുകയാണ് കടയിൽ നിന്ന്. കല്യാണം അടുത്ത് വന്നതോട് കൂടിയിട്ട് ഇനി 2-3 ദിവസം, ഈ കല്യാണം കഴിഞ്ഞ ശേഷമേ കടയിലേക്ക് വരുള്ളൂ. വീട്ടിൽ ഒരുപാട് തിരക്കുണ്ട്. അതുകൊണ്ട് ജോസഫ് അന്ന് കട പൂട്ടി ഗുരുവായൂർ കിഴക്കേ നടയിൽ പതിവ് പോലെ എത്തി. എന്നത്തെയും പോലെ ജോസഫ് കാഴ്ചകളൊക്കെ കണ്ടിരുന്നു. പിന്നെ അവസാനം വരുന്ന നേരം ശ്രീകോവിലിനുള്ളിലേക്ക് നോക്കിക്കൊണ്ട് ഗുരുവായൂരപ്പനോട് യാത്ര പറഞ്ഞു. കൂട്ടത്തിൽ മനസ്സുകൊണ്ട് ഇങ്ങനെ കൂടി പറഞ്ഞു, അപ്പോൾ ഇനി കല്യാണം കഴിഞ്ഞിട്ട് കാണാം. പിന്നെ എൻ്റെ കല്യാണമാണ്, വന്നേക്കണം കേട്ടോ എന്നും പറഞ്ഞ് ബൈ പറഞ്ഞ് ജോസഫ് വീട്ടിലേക്ക് പോയി. പിന്നീട് ജോസഫിൻ്റെ കല്യാണത്തിൻ്റെ തിരക്കുകളായി, ഒരുക്കൂട്ടങ്ങളായി. അന്നൊരു ദിവസം, അതിൻ്റെ തൊട്ടടുത്ത ദിവസം ജോസഫ് ഗുരുവായൂരിൽ നിൽക്കുമ്പോൾ വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഫോൺ വന്നു, എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞ്. എന്താണ് കാര്യം എന്നറിയാതെ ജോസഫ് വേഗം വീട്ടിലെത്തിയപ്പോൾ ഷോപ്പിങ്ങിന് പോയ വീട്ടുകാരെല്ലാവരും തിരിച്ചു വന്ന് ആകെ മൂഡൗട്ടായിട്ട് ഇരിക്കുന്നുണ്ട്. മൂഡൗട്ടല്ല, എന്തോ സംഭവിച്ച പോലെ ഇരിക്കുന്നുണ്ട്. എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോൾ വീട്ടുകാർ പറഞ്ഞു, ഞങ്ങളിന്ന് മന്ത്രകോടി എടുക്കാൻ പോയല്ലോ. ജോസഫ് പറഞ്ഞു, ഉവ്, തൃശ്ശൂരിലെ പ്രമുഖമായ ഒരു വസ്ത്രസ്ഥാപനത്തിലേക്കാണ് ജോസഫിൻ്റെ വീട്ടുകാർ മണവാട്ടിക്കും മറ്റും എടുക്കാനുള്ള വസ്ത്രങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോയത്. ഷോപ്പിംഗ് കഴിഞ്ഞ് തിരിച്ചെത്തിയ അവർ മന്ത്രകോടി
പെൺകുട്ടിക്ക് മണവാട്ടിക്ക് കൊടുക്കാനുള്ള പ്രധാനപ്പെട്ട സാരി എടുത്തു നോക്കിയപ്പോൾ അതിൻ്റെ മുന്താണിയിൽ ബോർഡറിൽ നിറച്ച് കയ്യിൽ വെണ്ണയുമായിരിക്കുന്ന ഉണ്ണിക്കണ്ണൻ്റെ രൂപം നിറച്ച് ഒരു അറ്റം മുതൽ അങ്ങേ അറ്റം വരെ. വീട്ടുകാർ പറഞ്ഞു, ഞങ്ങളെടുത്ത ഈ സാരിയിൽ ഈ ഒരു ചിത്രം, ഈ ഒരു ഡിസൈൻ ഉണ്ടായിരുന്നില്ല. അവർ പറഞ്ഞ്, ഞങ്ങൾ ഒരിക്കലും ഇത്തരമൊരു ഡിസൈനുള്ള സാരി സെലക്ട് ചെയ്യില്ല. കടയിൽ വിളിച്ചു ചോദിച്ചപ്പോൾ തൃശ്ശൂരിലെ വളരെ പാരമ്പര്യമുള്ള കാലങ്ങളായി ഇത്തരം ക്രിസ്ത്യൻ വിവാഹങ്ങൾക്ക് മന്ത്രകോടിയും ഇത്തരം ഡ്രസ്സുകളും കൊടുക്കുന്ന അവരും പറഞ്ഞു, ഞങ്ങളൊരിക്കലും ഇത്തരമൊരു ഡിസൈനുള്ള സാരി, അതായത് ഹിന്ദു ദൈവത്തിൻ്റെ രൂപമുള്ള ഒരു ഡിസൈനുള്ള സാരി ഞങ്ങൾ തരില്ലല്ലോ എന്ന് ചോദിച്ചു. ഡ്രസ്സ് എടുക്കാൻ പോയവരും തറപ്പിച്ച് പറഞ്ഞു, ഞങ്ങൾ എടുക്കുമ്പോഴും ഇതുണ്ടായിരുന്നില്ല എന്ന്. ഇതെങ്ങനെ അത്ഭുതകരമായ ഈ കാര്യം കേട്ടപ്പോൾ പലരും, അടുത്ത വീടുകളിലെ പല ഹിന്ദു മതവിശ്വാസികളും അല്ലാത്തവരും എല്ലാവരും വന്ന് സാരി നോക്കി അത്ഭുതപ്പെട്ടു. ഉണ്ണിക്കണ്ണൻ്റെ രൂപം കണ്ട് വിസ്മയിച്ചു. ഈ വിവരം അധികം താമസിയാതെ തന്നെ ഗുരുവായൂരിലെ അങ്ങനെ പലരും അറിഞ്ഞു. ഗുരുവായൂർ അമ്പലത്തിലും ഈ വിവരം അറിഞ്ഞു. അപ്പോൾ അവിടുത്തെ തിരുമേനിമാർ, ശാന്തിക്കാരിൽ അവർ ജോസഫുമായിട്ട് ബന്ധപ്പെട്ടു. ജോസഫിനോട് ചോദിച്ചു, അവർ എന്തെങ്കിലും ഗുരുവായൂരപ്പന് നേർന്നിരുന്നോ, എന്തെങ്കിലും നേർച്ചയുണ്ടോ, അത് കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ടോ? ജോസഫ് പറഞ്ഞു, ഞാൻ അങ്ങനെ ഒന്നും നേർന്നിട്ടില്ല, ഒന്നും കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുമില്ല. വീട്ടുകാരിലും ചോദിച്ചു, അവരും ഇത് തന്നെയാണ് പറഞ്ഞു, അവരും ഒന്നും നേർന്നിട്ടില്ല, ഒന്നും കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ല. തിരുമേനിമാർ വീണ്ടും ജോസഫിനെ ഒന്നുകൂടി വ്യക്തമായിട്ട് ചോദിച്ചു, ജോസഫ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കൂ കൃഷ്ണനോട്, ഉണ്ണിക്കണ്ണനോട്. അപ്പോൾ ജോസഫ് പറഞ്ഞു, ഞാൻ എന്നും വൈകുന്നേരം രാത്രി അവിടെ പോകാറുണ്ട്, യാത്ര പറഞ്ഞാണ് വരാറുള്ളത്. അവസാനം പോയപ്പോൾ എന്ന് പറഞ്ഞ് ജോസഫ് ഒന്ന് സംശയിച്ച് നിർത്തി. അപ്പോൾ തിരുമേനി ചോദിച്ചു, എന്താണ് അവസാനം പോയപ്പോൾ പറഞ്ഞത്? അവസാനം പോയപ്പോൾ ഞാൻ യാത്ര പറഞ്ഞു, അത് കൂടാതെ കല്യാണത്തിന് വന്നേക്കണം എന്ന് പറഞ്ഞിരുന്നു. ഞാൻ ക്ഷണിച്ചിരുന്നു എൻ്റെ കല്യാണത്തിന് വരണമെന്ന് പറഞ്ഞ്. അത് പറഞ്ഞ് ജോസഫ് ഒന്നിങ്ങനെ ആലോചിച്ചു. അപ്പോൾ തിരുമേനി പറഞ്ഞു, ജോസഫിന് മനസ്സിലായില്ലേ, വിളിച്ചാൽ വെളിപ്പുറത്താണ് നിങ്ങളുടെ പ്രിയപ്പെട്ട കണ്ണൻ. നിങ്ങൾ കല്യാണത്തിന് ക്ഷണിച്ചു, ദാ വന്നിരിക്കുന്നു. കല്യാണത്തിന് വന്നേക്കണം എന്ന് പറഞ്ഞ് ജോസഫ് കിഴക്കേ നടക്കിൽ വെച്ച് ശ്രീലകത്തേക്ക് നോക്കി പറഞ്ഞത് ഉള്ളിലിരുന്ന് കണ്ണൻ കേട്ടിരിക്കുന്നു. ചങ്ങാതിയുടെ കല്യാണത്തിന് നേരത്തെ കൂട്ടി എത്തിയതാണ് സാക്ഷാൽ ഗുരുവായൂരപ്പൻ. ഒട്ടും ഭയപ്പെടേണ്ട, തിരുമേനി ജോസഫിനോട് പറഞ്ഞു. ജോസഫും വീട്ടുകാരും അത്ഭുതപ്പെട്ടു. കേട്ടുനിന്ന മറ്റുള്ളവരും അത്ഭുതത്തോടെ, വിസ്മയത്തോടെ, ആനന്ദത്തോടെ ജോസഫിനെ നോക്കി. അവർ ഇനി എന്ത് ചെയ്യണം എന്ന് തിരുമേനിയോട് ചോദിച്ചു. ഗുരുവായൂരിലെ മറ്റ് പ്രമുഖ ശാന്തിക്കാരും തന്ത്രിയുമൊക്കെയായി ആലോചിച്ചപ്പോൾ അവർ പറഞ്ഞു, വേറൊന്നും ചെയ്യാനില്ല, ജോസഫ് ഈ സാരി, ഈ മന്ത്രകോടി, ഈ പുടവ നേരെ ഗുരുവായൂരപ്പന് സമർപ്പിക്കുക. കിഴക്കേ നടക്കിലെത്തി എന്നും ചങ്ങാതിയെ കാണുന്ന ആ സ്ഥലത്തെത്തിയ ശേഷം ഇതാ അവിടെ വെച്ച്, ആ ഭണ്ഡാരത്തിൻ്റെ മുകളിൽ വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, എല്ലാം മംഗളമാകാൻ. എന്നിട്ട് വേറൊരു സാരി എടുക്കുക, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. കല്യാണത്തിന് ഗുരുവായൂരപ്പൻ വരിക എന്ന് പറഞ്ഞാൽ അതിലപ്പുറം ഭാഗ്യം ജോസഫിന് കിട്ടാനുമില്ല. ആർക്കും കിട്ടാത്ത ഒരു സൗഭാഗ്യമാണ് ജോസഫിന് കിട്ടിയത് എന്നുകൂടി തിരുമേനി പറഞ്ഞ് ആശ്വസിപ്പിച്ചു. അങ്ങനെ ജോസഫ് ആ മന്ത്രകോടി ഗുരുവായൂർ നടക്കിൽ എന്ന് പറഞ്ഞാൽ കിഴക്കേ ഗോപുര നടക്കിലെ ഭണ്ഡാരത്തിൻ്റെ, നമ്മളൊക്കെ തൊഴുന്ന ദീപസ്തംഭത്തിൻ്റെ അടുത്തുള്ള ആ ഭണ്ഡാരത്തിന് മുകളിൽ വെച്ച് സമർപ്പിച്ചു പ്രാർത്ഥിച്ചു. വന്നതിന് ക്ഷണിച്ചപ്പോൾ കൃത്യസമയത്ത് ഒരു കാർന്നവരെ പോലെ വളരെ നേരത്തെ എത്തിയതിന് ഒരുപാട് നന്ദി പറഞ്ഞു. ഇത് ഒരു കഥയല്ല, നടന്ന സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഒരു പഴങ്കഥയായിട്ടോ മിത്തായിട്ടോ ഒന്നും പറയാൻ പറ്റുന്നതല്ല. വളരെ വളരെ അടുത്ത് നടന്ന ഒരു സംഭവമായതുകൊണ്ട് തന്നെ ഇത് പലർക്കും അറിയാം. ഗുരുവായൂരിലുള്ള പലർക്കും ഈ കഥ അറിയാം. പലരും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. വിളിച്ചാൽ വെളിപ്പുറത്ത് എത്തുന്ന കുറുമ്പൻ തന്നെയാണ്. കുറുമ്പ് കാട്ടി നിങ്ങളെ വിസ്മയിപ്പിക്കും. അതാണ് നമ്മുടെ ഉണ്ണിക്കണ്ണൻ. ഇത്തരത്തിലുള്ള മറ്റു കഥകളുമായി വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം. കൃഷ്ണ